ആഴ്ച വീട്ടിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ജിൻഡോയാണ്. ജിൻഡോയുടെ പ്ലാനിംഗ് ആണ് നമുക്ക് രാവിലെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ജാസ്മിനെയും ഗബ്രിയെയും 2 ഗ്രൂപ്പിലിടാനാണ് അവിടെ ജിൻഡോ തീരുമാനിച്ചിരിക്കുന്നത്. അവർ ഇത്രയും കാലം ഒരുമിച്ച് നിന്നാണ് ഇവിടെ കളിച്ചത്. ഇനി അവർ ഒരുമിച്ച് നിൽക്കണ്ട, അവരെ 2 ഗ്രൂപ്പിലാക്കാം, 2 ഗ്രൂപ്പിൽ കൊടുത്തിട്ട് അവരെങ്ങനെ കളിക്കുന്നത് നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഗബ്രിക്ക് ഭയങ്കര വയറുവേദനയായിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടൊക്കെ എടുക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും ഗബ്രിയെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കും. അതിനുശേഷം അവൻ എന്താ ചെയ്യട്ടെ, എന്തായാലും ഇനി ഗബ്രി കാര്യമായി കളിക്കുന്നൊന്നും തോന്നുന്നില്ല എന്നാണ് ജിൻഡോ പറയുന്നത്. എന്തായാലും ഇവർ 2 പേര് 2 ഗ്രൂപ്പിലേക്ക് ആക്കാൻ തീരുമാനിക്കുന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ ബാത്റൂം ടീമിലേക്ക് ജാസ്മിനെ മാറ്റാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ബാത്റൂം ടീമിൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാപ്റ്റന് ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കും. പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്ത് നല്ല പനിഷ്മെന്റ് ഒക്കെ കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ സിബിൻ പറയുന്നുണ്ട് അവളെ കിച്ചണിലേക്ക് മാത്രം ആക്കരുത് എന്ന് സിബിൻ പറയുന്നുണ്ട്. അവിടെ ശരണ്യയുടെ അടുത്തൊക്കെ ആയിട്ടാണ് പറയുന്നത്, കിച്ചണിൽ മാത്രം അവൾ കൊണ്ടു നിർത്തല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നില്ല, പ്ലീസ് അവളെ കിച്ചണിൽ മാത്രം കൊണ്ടുവന്ന് നിർത്തരുത് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം പുറത്ത് ജാസ്മിന്റെ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വൃത്തിയില്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ. അതൊക്കെ കണ്ടുകൊണ്ട് വന്ന ഒരാൾക്ക് ജാസ്മിൻ കിച്ചണിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നും എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമാണ്. ഇപ്പൊ നമുക്കതിൽ സിബിനെ കുറ്റം പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എന്തിനാണ് ഇങ്ങനെ ജാസ്മിനെ മോശമാക്കുന്നത്, എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നൊന്നും നമുക്കിപ്പോൾ സിബിനോട് ചോദ്യം ചെയ്യാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. സിബിൻ പറഞ്ഞതിൽ നമുക്ക് തെറ്റ് പറയാനായിട്ട് ഒരിക്കലും പറ്റില്ല. സിബിൻ അങ്ങനെയാണ് പറയുന്നത്, ഇത് കിച്ചണിൽ മാത്രം അവൾ നിർത്തരുത്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല എന്നുള്ളത്. സ്വാഭാവികമായും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുപോയ ഒരാൾക്ക് തോന്നുന്ന ഒരു വികാരം അവിടെ സിബിൻ പറയുന്നതും കണ്ടു.